കേരളത്തിന്റെ അധികാര സിംഹാസനത്തിൽ ഇനി ആര്? തിരുവനന്തപുരത്തെ 6-ാം നമ്പർ വസതിയിൽ നിന്ന് പുതിയൊരു നായകൻ പടിയിറങ്ങി വരുമോ? അതോ ഡൽഹിയിൽ നിന്ന് പറന്നിറങ്ങുന്ന കരുത്തൻ കേരളത്തിന്റെ കടിഞ്ഞാൺ ഏറ്റെടുക്കുമോ? ചോദ്യങ്ങൾ പലതാണ്. എന്നാൽ ഉത്തരത്തിനായി രാഷ്ട്രീയ കേരളം ഒന്നടങ്കം ഉറ്റുനോക്കുന്നത് KPCC ആസ്ഥാനത്തേക്കാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന് 4 നാൾ പിന്നിടുമ്പോൾ UDF ക്യാമ്പുകളിൽ ആവേശം മാത്രമല്ല, വരാനിരിക്കുന്ന ഭരണസാരഥിയെ ചൊല്ലിയുള്ള കടുത്ത ചർച്ചകളും പുകയുകയാണ്. AICC നിയോഗിച്ച നിരീക്ഷകർ ഓരോ MLAയെയും വ്യക്തിപരമായി കണ്ട് അഭിപ്രായം തേടുന്ന തിരക്കിലുമാണ്. കേവലം ഒരു പേര് നിർദ്ദേശിക്കുക എന്നതിലുപരി എന്തുകൊണ്ട് ആ വ്യക്തി മുഖ്യമന്ത്രിയാകണമെന്ന കൃത്യമായ കാരണവും MLAമാരിൽ നിന്നും നിരീക്ഷകർ ചോദിച്ചറിയുന്നു. VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നീ 3 പേരുകളിലേക്കാണ് ചർച്ചകൾ ചുരുങ്ങുന്നത്. ഇതിൽ VD സതീശനെ പിന്തുണയ്ക്കുന്നവർ എറണാകുളം ജില്ലയിലെ MLAമാരും VM സുധീരനെ പോലുള്ള മുതിർന്ന നേതാക്കളുമാണ്. എന്നാൽ ചർച്ചകൾക്കിടയിൽ ഉണ്ടായ ചില നാടകീയ രംഗങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ നിരീക്ഷകർ MLAമാരുടെ അഭിപ്രായം തേടുമ്പോൾ ഹൈക്കമാൻഡ് പ്രതിനിധികളുടെ സാന്നിധ്യം ഉണ്ടായതിനെ VD സതീശൻ ചോദ്യം ചെയ്തുവെന്ന വാർത്തകൾ പുറത്തു വരുന്നു. MLAമാർക്ക് സ്വതന്ത്രമായ അഭിപ്രായം പറയാൻ ഇത്തരം സാന്നിധ്യങ്ങൾ തടസ്സമാകുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം. എന്നാൽ ഈ എതിർപ്പുകൾക്കിടയിലും അഭിപ്രായ രൂപീകരണം ശക്തമായി തന്നെ മുന്നോട്ട് പോയി. അതേസമയം KC വേണുഗോപാലിനായി ശക്തമായ കരുനീക്കങ്ങളാണ് അടിയറയിൽ നടക്കുന്നത്. KPCC അധ്യക്ഷൻ K സുധാകരൻ നേരിട്ട് തന്നെ വേണുഗോപാലിനെ പിന്തുണച്ച് നിരീക്ഷകർക്ക് കത്ത് നൽകി എന്നത് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ നിശബ്ദമാക്കിയിരിക്കുകയാണ്. ഇതിനു പുറമെ ഷാഫി പറമ്പിൽ, വിഷ്ണുനാഥ് തുടങ്ങിയ യുവനേതാക്കളും വേണുഗോപാൽ വരണമെന്ന നിലപാടിലാണ്. എന്നാൽ ഈ വടംവലികൾക്കിടയിൽ പുതുതലമുറയുടെ പക്വതയാർന്ന ശബ്ദമായി ചാണ്ടി ഉമ്മൻ ശ്രദ്ധേയമായ നിലപാടാണ് സ്വീകരിച്ചത്. തങ്ങൾക്ക് പ്രത്യേക വാശികളൊന്നുമില്ല എന്നും ഹൈക്കമാൻഡ് എടുക്കുന്ന ഏതു തീരുമാനവും ശിരസാ വഹിക്കുമെന്ന നിഷ്പക്ഷ നിലപാടാണ് ചാണ്ടി ഉമ്മൻ സ്വീകരിച്ചത്. പുതുപ്പള്ളിയുടെ പ്രിയപുത്രൻ ചാണ്ടി ഉമ്മൻ്റെ ഈ നിലപാട് പാർട്ടിക്കുള്ളിലെ വിഭാഗീയത കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. രാഷ്ട്രീയത്തിനപ്പുറം സാംസ്കാരിക കലാരംഗത്തെ പ്രമുഖരും ഈ ചർച്ചകളിൽ സജീവമാണ്. കോൺഗ്രസിൻ്റെ താരപ്രചാരകനായ രമേശ് പിഷാരടി ഇതിനോടകം തന്നെ തൻ്റെ നിരീക്ഷണം പങ്കുവച്ചു കഴിഞ്ഞു. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ആരെയാണോ അവരെ മുഖ്യമന്ത്രിയായി കാണാനാണ് താനും ആഗ്രഹിക്കുന്നതെന്ന് പിഷാരടി വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ BJP വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യരുടെ പ്രതികരണവും ശ്രദ്ധേയമാണ്. കേരളത്തിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിച്ചാണ് വോട്ട് ചെയ്തത് എന്നും അതിനാൽ തന്നെ ജനവികാരം ഉൾക്കൊള്ളുന്ന ഒരാൾ തലപ്പത്ത് വരണമെന്നുമാണ് സന്ദീപ് വാര്യരുടെ പക്ഷം. ഒരു MLA അല്ലാത്ത വ്യക്തി മുഖ്യമന്ത്രിയാകണമെന്ന ചർച്ചകൾ ഉയരുന്നത് സന്ദീപിനെ പോലുള്ളവരുടെ നിരീക്ഷണങ്ങളിൽ KC വേണുഗോപാലിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഭരണപക്ഷത്താകട്ടെ പരാജയത്തിൻ്റെ ആഘാതത്തിൽ നിന്നും CPM ഇതുവരെ മുക്തമായിട്ടില്ല. തിരഞ്ഞെടുപ്പ് ഫലം വന്ന് 4-ാം ദിവസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരാജയത്തിൽ ഔദ്യോഗികമായി പ്രതികരിക്കുന്നത്. ജനവിധിയെ ആദരവോടെ സ്വീകരിക്കുന്നുവെന്നും വിജയിച്ച UDFനെ അഭിനന്ദിക്കുന്നുവെന്നുമാണ് അദ്ദേഹം പറഞ്ഞു വച്ചത്. ഈ വാക്കുകൾ ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ സൂചനയാണ്. പരാജയം പരിശോധിക്കുമെന്നും ജനങ്ങളിൽ നിന്ന് അകന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഭരണവിരുദ്ധ വികാരം ഇത്ര ശക്തമായി ആഞ്ഞടിക്കുമെന്ന് ഭരണപക്ഷം പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വളരെ വ്യക്തം. അതേസമയം കഴിഞ്ഞ തവണ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നീണ്ടുപോയത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇപ്പോഴത്തെ താമസത്തിൽ അസ്വാഭാവികമായി ഒന്നുമില്ലെന്നും നേതാക്കൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നിയമസഭാ കക്ഷി യോഗം പാസാക്കിയ ഒറ്റവരി പ്രമേയം ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ്റെ കൈകളിലാണ്. ഡൽഹിയിൽ നിന്നുള്ള പ്രഖ്യാപനം ആരുടെ പേരാകും വഹിക്കുക എന്നത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ മത്സരത്തിനൊടുവിൽ ജനങ്ങളേൽപ്പിച്ച 102 സീറ്റുകളുടെ ഭൂരിപക്ഷം എങ്ങനെയൊക്കെയുള്ള വിട്ടുവീഴ്ചകൾക്കാണ് വഴിമാറുക എന്ന് വരും മണിക്കൂറുകളിൽ വ്യക്തമാകും. VD സതീശൻ്റെ പോരാട്ട വീര്യമോ, KC വേണുഗോപാലിൻ്റെ ഹൈക്കമാൻഡ് സ്വാധീനമോ, അതോ രമേശ് ചെന്നിത്തലയുടെ അനുഭവ സമ്പത്തോ? സന്ദീപ് വാര്യറും പിഷാരടിയും ചാണ്ടി ഉമ്മനുമൊക്കെ ഉറ്റുനോക്കുന്ന വലിയ പ്രഖ്യാപനത്തിനായി നമുക്ക് കാത്തിരിക്കാം. അതോടൊപ്പം തന്നെ K മുരളീധരൻ്റെ പ്രതികരണം ഒന്ന് കണ്ടു നോക്കാം. നാട്ടുകാർക്കൊരു കുഴപ്പമില്ല, നാട്ടുകാർ ഇതൊക്കെ കണ്ട് ആസ്വദിക്കുന്നുണ്ട്, നാട്ടുകാർക്ക് കുഴപ്പമൊന്നുമില്ല. ട്രാഫിക് ബ്ലോക്കും വരുന്നില്ല. ഇന്നലെ പാർലമെൻ്ററി പാർട്ടി നേതാവിനെ തിരഞ്ഞെടുക്കുന്ന യോഗത്തിൽ പുറത്തുനിന്ന് ആൾക്കാർ ആകാംക്ഷയോട് കൂടെ വന്നതിൽ ഒരു ചെറിയ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായെന്നുള്ളൊഴിച്ചാൽ മറ്റു ബ്ലോക്കുകളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇതൊക്കെ സാധാരണ ജനാധിപത്യ പ്രക്രിയയിൽ ഇതൊക്കെ പതിവാണ്. കോൺഗ്രസ് രാഷ്ട്രീയത്തിലൊക്കെ ഇതിൽ പ്രത്യേകതയൊന്നുമില്ല. തീരുമാനം വന്നു കഴിഞ്ഞാൽ പാർട്ടി ഒറ്റക്കെട്ടായിരിക്കും. ഏതാ ഞാൻ പറയാം, കഴിഞ്ഞ തവണ മെയ് ആദ്യ വാരത്തിൽ റിസൾട്ട് വന്നെങ്കിലും മെയ് 3-ാം വാരത്തിലാണ് തുടർ പ്രതിജ്ഞ നടന്നത്. മെയ് ഫസ്റ്റ് വീക്കിൽ ഇലക്ഷൻ റിസൾട്ട് വന്നു.
23 വരെ അന്ന് കാത്തിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മെയ് 23-ാം തീയതിയാണ് കഴിഞ്ഞ തവണ സത്യപ്രതിജ്ഞ ചെയ്തത്. ഇതിപ്പോൾ 4-ാം തീയതി റിസൾട്ട് വന്നിട്ടേ ഉള്ളൂ. ഇന്ന് ഡേറ്റ് 8 ഉള്ളൂ. അപ്പോഴേക്കും ഇതിനത്ര തിരക്ക്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്ക് 23-ാം തീയതി വരെ കാലാവധി ഉണ്ടല്ലോ. 2 ദിവസത്തിനുള്ളിൽ തീരുമാനം ഉണ്ടാവും, സംശയമൊന്നുമില്ല. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഞായറാഴ്ച പ്രഖ്യാപനം വരും, അതിലപ്പുറം നീണ്ടുപോയില്ല. അങ്ങനെ തന്നെ പോവുകയും ചെയ്തു. ഇപ്പോൾ നിലവിൽ ഒരു MP അല്ലെങ്കിൽ MLA അല്ലാത്ത ഒരാൾ മുഖ്യമന്ത്രി ആകണമെന്നുള്ള അഭിപ്രായം കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ ACCയുടെ അഭിപ്രായത്തിൽ? അല്ല, ഞാൻ എൻ്റെ അഭിപ്രായം പാർട്ടിയിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ നിയോജകമണ്ഡലത്തിലെ ജനങ്ങളുടെ വികാരം കൂടെ ഞാൻ കണക്കിലെടുത്തുകൊണ്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആരെ പാർട്ടി തീരുമാനിച്ചാൽ ഞാൻ അംഗീകരിക്കും. ജനവികാരം കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനം ഹൈക്കമാൻഡിന്റെ ഭാഗത്തുണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ.